സ്ക്രീനിൽ സജീവമായി മുന്നേറുന്നതിനിടയിലായിരുന്നു താരം മിനിസ്ക്രീനിലേക്കും എത്തിയത്. സ്വപ്നം, മേഘം, മൗനം തുടങ്ങിയ പരമ്പരകൾ ഇന്ന് പ്രേക്ഷകർ ഓർത്തിരിക്കുന്നുണ്ട്. പ്രവീണ അമ്മയാകാൻ ഒരുങ്ങുന്നതായുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോയും ചിത്രത്തിന് കീഴിലെ കമന്റുകളുമാണ് ഇപ്പോൾ ശ്രദ്ധേയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. 40-ൽ ഒരു ചെറിയ വളക്കാപ്പ് എന്ന തലക്കെട്ടോടെയായിരുന്നു പ്രവീണ ഫോട്ടോ പോസ്റ്റ് ചെയ്തത്. ചുരുങ്ങിയ നേരം കൊണ്ട് തന്നെ ചിത്രം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. സിനിമ സീരിയൽ പ്രമോഷനിടയിലെ ചിത്രമായിരിക്കും ഇതെന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും ഇതിനിടയിൽ ഉയർന്നു വന്നിരുന്നു. ക്ഷണനേരം കൊണ്ടായിരുന്നു ചിത്രം ശ്രദ്ധേയമായി മാറിയത്. എന്താണ് ഈ സംഭവമെന്ന് ചോദിച്ച ആരാധകന് കൃത്യമായ മറുപടിയും പ്രവീണ നൽകിയിരുന്നു. ഇതെന്താണ് സംഭവമെന്ന് ചോദിച്ചയാൾക്ക് കൃത്യമായ മറുപടി പ്രവീണ നൽകിയിട്ടുണ്ട്. ഗർഭിണിയാവുമ്പോൾ നടത്തുന്ന ചടങ്ങാണിതെന്നായിരുന്നു താരത്തിന്റെ മറുപടി. ഗർഭിണിയാണോ, കൺഗ്രാറ്റ്സ് എന്ന കമന്റും ഫോട്ടോയ്ക്ക് കീഴിലുണ്ട്. അടുത്തിടെ ദിവ്യ ഉണ്ണിയും വളക്കാപ്പ് ചിത്രങ്ങളുമായി എത്തിയിരുന്നു. ബാങ്ക് ഉദ്യോഗസ്ഥനായ പ്രമോദിനെയാണ് പ്രവീണ ജീവിത പങ്കാളിയാക്കിയത്. ഗൗരി എന്നാണ് ഇവരുടെ മകളുടെ പേര്. ഭർത്താവിന്റെയും മകളുടെയും പിന്തുണയെക്കുറിച്ച് വാചാലയായി താരം നേരത്തെ എത്തിയിരുന്നു. പുതിയ ഫോട്ടോയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യം അറിയാനായി കാത്തിരിക്കുകയാണ് ആരാധകർ. മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ സജീവമായ താരങ്ങളൊരാൾ കൂടിയാണ് പ്രവീണ. വേറിട്ട കഥാപാത്രങ്ങളുമായാണ് താരം എത്താറുള്ളത്. യുവതലമുറയിലെ അഭിനേതാക്കളുമായും അടുത്ത സൗഹൃദമാണ് താരത്തിന്. താരപുത്രന്മാരും താരപുത്രികളുമൊക്കെ സിനിമയിൽ അരങ്ങേറുമ്പോൾ അവർക്ക് ആശംസയുമായി പ്രവീണ എത്താറുണ്ട്. ഇടവേളയ്ക്ക് ശേഷമുള്ള തിരിച്ചുവരവിൽ പ്രവീണയ്ക്ക് ലഭിച്ച മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു ബാംഗ്ലൂർ ഡേയ്സിലെ വേഷം. നസ്രിയയുടെ അമ്മയായാണ് പ്രവീണ എത്തിയത്. ഫഹദ് ഫാസിലും നസ്രിയയും വിവാഹിതരായേക്കുമെന്ന് അന്ന് തന്നെ മനസ്സിലായിരുന്നുവെന്ന് താരം പറഞ്ഞിരുന്നു. യുവതാരനിരയിലെ പ്രധാനികൾക്കൊപ്പമെല്ലാം അഭിനയിക്കാനുള്ള അവസരം പ്രവീണയ്ക്ക് ലഭിച്ചിരുന്നു. കാണുമ്പോൾ തന്നെ ദുൽഖർ സൽമാനും നിവിൻ പോളിയും ഒക്കെ ഓടി വന്ന് സംസാരിക്കാറുണ്ട്. നിവിൻ പോളിയുടെ മകനായ ദാവീദിനെയും അറിയാമെന്നും പ്രവീണ പറഞ്ഞിരുന്നു. ഒരു കാലത്ത് നായികയായി നിറഞ്ഞു നിന്നിരുന്ന താരം ഇപ്പോൾ അമ്മ വേഷങ്ങളിലൂടെയാണ് ശ്രദ്ധ നേടുന്നത്. അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രത്തിനാണ് താൻ പ്രാധാന്യം നൽകുന്നതെന്ന് നേരത്തെ താരം പറഞ്ഞിരുന്നു. പ്രവീണയ്ക്ക് പിന്നാലെയായി മകളും അഭിനയ രംഗത്തേക്ക് എത്തുമോ എന്ന തരത്തിലുള്ള ചർച്ചകൾ ഇടക്കാലത്ത് സജീവമായിരുന്നു. അഭിനയ മോഹത്തെക്കുറിച്ച് മുമ്പ് മകൾ പറഞ്ഞിരുന്നുവെന്നും ശ്രീകൃഷ്ണനായി അഭിനയിക്കണമെന്ന ആഗ്രഹത്തെക്കുറിച്ചായിരുന്നു അന്ന് പറഞ്ഞതെന്നും പ്രവീണ പറഞ്ഞിരുന്നു. അഭിനയത്തോട് അടങ്ങാത്ത മോഹമുണ്ടെങ്കിൽ മകൾ അഭിനയിക്കട്ടെ എന്ന നിലപാടാണ് താനെന്നും നേരത്തെ താരം വ്യക്തമാക്കിയിരുന്നു. 24 വയസ്സായ ഗൗരിയുടെ അമ്മ എന്ന നിലയിൽ പ്രവീണയുടെ സന്ദേഹങ്ങൾ, സന്തോഷങ്ങൾ, തീരുമാനങ്ങൾ എന്നിവ വിനീതമായി പങ്കുവയ്ക്കുന്നു. 5-ാമത്തെ വയസ്സിൽ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന പുരസ്കാരം വാങ്ങിച്ചിട്ടുണ്ട് ഗൗരി. അന്നയുടെ ലില്ലിപ്പൂക്കൾ എന്ന ഹസ്യ ചിത്രത്തിന് പിന്നീടും ഓഫറുകൾ വന്നിരുന്നു. പക്ഷേ ഏറ്റെടുത്താൽ അവൾക്കൊപ്പം ഞാൻ തന്നെ പോകണമല്ലോ. വേറെ ഒരാളുടെയും കൂടെ കുഞ്ഞിനെ വിടുന്നത് എനിക്കിഷ്ടമല്ല. ഇത്രയും നാൾ അവൾക്കും അഭിനയം വലിയ ഇഷ്ടമില്ലായിരുന്നു. ഇപ്പോൾ ചെറുതായി അഭിനയമോഹം തുടങ്ങിയിട്ടുണ്ട്. അഭിനയിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹമുണ്ടെങ്കിൽ ഗൗരി ഒരു നടിയാകും. അതിനിപ്പോൾ നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ലെന്നും പ്രവീണ പറഞ്ഞു.